Hello guys, welcome to market analysis video. മെയ് മന്തിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെക്ഷൻ ആയിരുന്നു ഇന്ന്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ഡേ കൂടിയായിരുന്നു. സോ കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ മാർക്കറ്റ് ഒരു ഷാർപ്പ് സെല്ലിംഗ് നടത്തിയിട്ടാണ് ക്ലോസ് ആയിട്ടുള്ളത്. സോ അതിൻ്റെ ബേസിൽ നമ്മൾ ഇന്ന് ട്രേഡ് പ്ലാനിൽ മെയിനായിട്ട് പറഞ്ഞുള്ളത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സെല്ലിംഗ് സിങ്ങാണ് ഫസ്റ്റ് ക്രിയേറ്റ് ആവുന്നതെങ്കിൽ നമുക്കൊരു ബൈയിങ് സൈഡേക്ക് ഒരു ട്രേഡാണ് ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബൈയിങ് സൈഡ് മൂവ്മെൻ്റ് ആണ് തന്നത്. സോ അതുകൊണ്ട് തന്നെ ആ രണ്ടാമത്തെ ട്രേഡിംഗ് പ്ലാൻ ആയത് ബൈയിങ് സൈഡ് മൂവ്മെൻറ്റിൽ ഒരു വീക്ക്നെസ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് സൈഡ് ട്രേഡ് നോക്കാമെന്നും പറഞ്ഞിരുന്നു. സോ അതിൻ്റെ ലോജിക്ക് കാരണം നമുക്ക് പ്രീവിയസ് ഡേ ഒരു ഷാർപ്പ് സെല്ലിങ് കിട്ടിയത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സെല്ലിങ് മാർക്കറ്റ് റിക്കവറി ആവാനുള്ള സാധ്യത കുറവാണ്. മാർക്കറ്റ് ഇങ്ങനെയുള്ള ഷാർപ്പ് സെല്ലിങ് വന്നാൽ അത് റിക്കവറി ആകുമ്പോൾ സ്ലോലി ഒരു റീട്രേസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് ഒരു റിക്കവറി നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബേസിലാണ് ആ ട്രേഡ് പ്ലാൻ ഞാൻ പറഞ്ഞത്. സോ അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇന്നൊരു ചെറിയൊരു സെല്ലിംഗ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത്തരം ട്രേഡിങ്ങിൽ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇത്തരം ട്രേഡുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സാധാരണ ഒരു ബൈയിങ് സിങ് എന്നൊക്കെ പറയുന്നത് ഒരു രണ്ട് മൂന്ന് ക്യാൻഡിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു വീക്ക്നെസ് അവിടെ കാണിച്ചിട്ട് റീട്രേസ്മെന്റ്, അതായത് നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കിട്ടുമ്പോൾ മാത്രമാണ് ട്രേഡിങ്ങിൽ ഏറ്റവും പെട്ടെന്ന് നമുക്ക് മൂവ്മെന്റ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അതിനനുസരിച്ച് പോയിന്റ്സുകൾ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. സോ എക്സ്പയറി ഡേ ഒരു ചോപ്പിംഗ് മാർക്കറ്റ് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ മൂവ്മെൻറ്റിനനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഫോളോ അപ്പ് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. കാരണം ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു ക്യാൻഡിൽ മാത്രമാണ് ഒരു സ്ട്രോങ് ക്യാൻഡിലായിട്ട് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള ക്യാൻഡിലുകൾ നിങ്ങൾ നോക്കിയാൽ മതി, വളരെ വീക്കായിട്ടുള്ള ക്യാൻഡിലുകളാണ്. അത് ഒരു സെല്ലിംഗ് ആയിട്ട് ഒരു രണ്ട് ക്യാൻഡിൽ വരുന്നു, പിന്നെ അത് ഒരു ബൈയിങ് ആയിട്ട് റിക്കവറി ആവുന്നു, വീണ്ടും സെല്ല്, വീണ്ടും ബൈ, അങ്ങനെ ഒരു ചോപ്പിംഗ് മാർക്കറ്റ് പാറ്റേൺ ആണ് ഇന്ന് കാണിച്ചത്. സോ എക്സ്പയറി ഡേ ഇങ്ങനെ ഒരു മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. അതുകൂടാതെ നമ്മൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് കൂടി നമ്മൾ അതിൻ്റെ കൂടെ അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ബാങ്ക് നിഫ്റ്റിയിൽ ക്ലിയർലി നിഫ്റ്റിയിലൊരു ചെറിയൊരു ഒരു ബൈയിങ് സൈഡാണ് മൂവ്മെൻറ്റ് നടക്കുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ക്ലിയർലി ഒരു സെല്ലിംഗ് സൈഡ് മൂവ്മെൻ്റ് ആണ് ഇന്ന് കാണിച്ചത്. സോ രണ്ടിലും ഒരു ഡൈവേർജൻസ് നമ്മൾ കാണാൻ പറ്റും. സോ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഏറ്റവും നല്ലത് നമുക്ക് ട്രേഡ് അവോയ്ഡ് ചെയ്യലാണ്. നമുക്ക് ഒരു കോൺഫിഡൻസോടെ ട്രേഡ് എടുക്കാനുള്ള ഒരു കാര്യം അവിടെ നടക്കില്ല. കാരണം രണ്ട് ഇൻഡെക്സ് രണ്ട് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. സോ നിഫ്റ്റി ഇനി അപ്സൈഡിൽ പോവുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റി ഒരു സെല്ലിംഗ് സൈഡാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത്, നിഫ്റ്റിയിലും ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാൻ പോസിബിൾ അല്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ട്രേഡ് അവോയ്ഡ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. സോ ഇനി ഇന്നത്തെ ട്രേഡിങ്ങിൽ നമുക്ക് പ്രധാനപ്പെട്ടായിട്ട് പറഞ്ഞ കാര്യങ്ങൾ, എഫ് ഐ എ നമ്മൾ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞിരുന്നു. എഫ് ഐ എ ഇന്നും അവരുടെ മെയ് മാസത്തിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെക്ഷനിൽ അവർ സെല്ലിംഗ് സൈഡാണ് ഇന്ന് കാണുന്നത്. അവർ 964 ക്രോറിൻ്റെ സെല്ലിംഗ് ആണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് നിഫ്റ്റിയിൽ ഇനി എന്തൊക്കെയാണ് സാധ്യതകളുള്ളതെന്ന് നോക്കാം. അതിന് നമുക്ക് ഫസ്റ്റ് വൺ ഡേ ട്രേ ക്യാൻഡിൽ ഒന്ന് അനാലിസിസ് ചെയ്യാം. കാരണം അടുത്ത ട്രേഡിംഗ് സെക്ഷനിൽ എന്തൊക്കെ പോസിബിലിറ്റി ആണെന്നുള്ളത് നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കിയാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. മാർക്കറ്റ് ഫസ്റ്റ് ഒരു അപ്സൈഡ് നല്ലൊരു സിങ് തന്നു, ക്രിയേറ്റ് ആയി, പിന്നെ അത് കംപ്ലീറ്റ്ലി സെൽ ഓഫ് ആയി, പിന്നെ ഒരു റിക്കവറി. സോ ഇവിടെ ഒരു എൻ പാറ്റേൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ഓൾ ടൈം ഹൈ മാർക്കറ്റിൽ ബ്രേക്ക് ഔട്ട് തരുന്നുണ്ടോ എന്നുള്ളത് ആണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സോ അതിന് നമ്മൾ അടുത്ത ഒരു ട്രേഡിംഗ് സെക്ഷൻ കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു
ഒരു നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ക്ലിയർ ആയിട്ട്. കാരണം ഓൾറെഡി 2 ടൈം ഇവിടെ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനിയൊരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് ഒരു അപ്പ് സൈഡ് തരികയാണെങ്കിൽ നമുക്കൊരു ക്ലിയർലി ഒരു അപ്പ് മൂവ്മെന്റിന് നമുക്ക് ഒരു പോസിബിലിറ്റി അവിടെ കാണാൻ പറ്റും. ഇനി അതല്ല, മാർക്കറ്റ് ഒരു റിവേഴ്സ് ഒരു റീട്രേസ്മെന്റ് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ചെറിയൊരു സെല്ലിംഗ് കൂടി നടത്തിയിട്ട് പിന്നെ ഒരു റിവേഴ്സലാണ് നമുക്ക് രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി ഉള്ളത്. സോ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമാകണമെങ്കിൽ അടുത്ത ട്രേഡിംഗ് സെക്ഷനിൽ നമ്മൾ ഡെയിലി ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിലാണോ ക്രിയേറ്റ് ആവുന്നതെന്ന് നോക്കിയിട്ട് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇനി നമുക്ക് അടുത്ത ട്രേഡിംഗ് സെക്ഷനിൽ എന്തൊക്കെ ട്രേഡ് പോസിബിലിറ്റി ആണ് ഉള്ളതെന്ന് നോക്കാം. സോ മാർക്കറ്റിൽ ചെറിയൊരു വീക്ക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു ട്രേഡിംഗ് പ്ലാൻ സെല്ലിംഗ് സൈഡാണ് ഏറ്റവും നല്ലത്. സോ ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഒരു നല്ലൊരു സെല്ലിംഗ് സൈഡ് മൂവ്മെൻറ്റ്, അതായത് നല്ല സ്ട്രെങ്ത്തോടെയുള്ള ഒരു സെല്ലിംഗ് സൈഡ് മൂവ് ചെയ്ത് ഇന്നത്തെ ലോ ഒക്കെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് താഴോട്ടാണ് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് നോക്കുന്നത്. അതാണ് ഫസ്റ്റ് സെല്ലിംഗ്. ഇനി അതെല്ലാം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെറിയൊരു ബൈയിങ് കാണിച്ചിട്ട് പിന്നെ ഒരു റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈയിങ് സൈഡ് നോക്കാം. സോ ഇത് രണ്ടാണ് അടുത്ത ട്രേഡിംഗ് സെക്ഷനിൽ നമുക്കൊരു ട്രേഡിംഗ് പ്ലാനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി അത് മാത്രമല്ല, വേറെ ട്രേഡിംഗ് അപ്പ് സൈഡേക്കാണ് അല്ലെങ്കിൽ ബൈയിങ് സൈഡേക്കാണ് നോക്കുന്നതെങ്കിൽ ബൈയിങ് സൈഡ് ഒരു വീക്ക്നെസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു സെല്ലിംഗ് റീട്രേസും കൂടി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. സോ അത് മൂന്നാണ് ഇന്നത്തെ ട്രേഡിംഗ് പ്ലാനായിട്ട് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്താനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.